ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ഒട്ടിയ കവിള്. അത് തുടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി എന്താണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളൊരു 7 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ നല്ല തുടിപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഡെയിലി ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളതുകൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. കട്ട ഉണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ കുപ്പിയിൽ കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണാണ്. അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഗ്ലിസറിനാണ്. ഇത് ഒരു വെജിറ്റേറിയൻ ഗ്ലിസറിനാണ് കേട്ടോ, ഓർഗാനിക് നെക്ട്രയുടെ. അപ്പം ഞാനത് 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊരല്പം കൂടി ഗ്ലിസറിൻ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനൊരല്പം കൂടി ഓയിൽ ചേർക്കുകയാണ്, അല്ല ഗ്ലിസറിൻ ചേർക്കുകയാണ്. അപ്പം ഞാനിതെങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പം നമ്മൾ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്യണം. ഈ ഒരു രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ താഴ്ന്ന് മുകളിലേക്കും ചെയ്യാവുന്നതാണ്. ഒരിക്കലും മുകളിൽ നിന്ന് താഴേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചുളിവുകളൊക്കെ വരാനും അല്ലെങ്കിൽ കവിള് താഴേക്ക് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ കയ്യിൽ ഫുൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഉലുവാപ്പൊടിയൊക്കെ എന്ന് വെച്ചാൽ നമുക്കറിയാം കരുവാളിപ്പൊക്കെ മാറ്റാനും കൈക്കൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല ഒരു കാര്യമാണ്. ഇത് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരാഴ്ച 7 ദിവസം നിങ്ങളൊരു ചലഞ്ചായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ റൗണ്ടിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം, 2 കവിളിലും ഒരുപോലെ. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ നമ്മുടെ കവിളിൽ വായിൽ കുറച്ച് വെള്ളം കൊള്ളുക. ആ ഒരു രീതിയിൽ വായിൽ കവിളിൽ കൊള്ളുന്നതും നമ്മുടെ ഒട്ടിയ കവിളിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. ഒരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെയൊക്കെ പറയാം. ഇത് കണ്ടോ, ഇത്രയും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് അഡീഷണൽ ടിപ്സ് കൂടി നോക്കാം. ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നട്ട്സ് ഡെയിലി കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. ബദാം ആണെങ്കിൽ ഒരു 5 ബദാം കഴിക്കുക. അതുപോലെ നമുക്ക് കപ്പലണ്ടിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് കഴിക്കുക. ഇങ്ങനെ നമുക്ക് മാറി എന്തെങ്കിലും ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. മേക്കപ്പൊക്കെ ഇട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ പൗഡറോ ക്രീമോ എന്ത് തന്നെ ആയാലും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫേസൊക്കെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് ഇളം ചൂടുള്ള പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ജലചികിത്സ എന്നൊരു സംവിധാനം തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇതൊരു 2 മിനിറ്റാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം 10 മിനിറ്റ് നമ്മൾ
വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. 7 ദിവസം റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. കവിളിനൊക്കെ നല്ല തുടിപ്പ് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ, ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.